പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് യാക്കോബിൻ്റെ ലേഖനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പ്രഭാതത്തോടുകൂടി ആ പഠന പരമ്പര അവിടെ അവസാനിപ്പിക്കുകയും ഇന്ന് ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ ഞാൻ ക്രിസ്തുയേശുവിൽ ശരണപ്പെടുകയാണ്. ക്രൈസ്തവ ലോകം ഒന്നടങ്കം, അത് സഭാ സംഘടന വ്യത്യാസമില്ലാതെ നാം അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ ഒരു സബ്ജക്റ്റ്. അതിനെ ആസ്പദമാക്കിയാണ് ഇനിയുള്ള ചില ദിവസങ്ങളിലെ നമ്മുടെ പഠനം. ആ വിഷയം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ച, ദ മില്ലേനിയൽ കിങ്ഡം എന്നുള്ള വിഷയം. ഞാൻ ഇത് ഒന്ന് പഠിക്കുവാനായിട്ടുള്ള കാരണം എൻ്റെ അകത്തളത്തിൽ അടിഞ്ഞുകൂടിയ ഒരുപാട് സംശയങ്ങൾ ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുണ്ടായിരുന്നു. അങ്ങനെ അടിഞ്ഞുകൂടിയ ആ സംശയങ്ങൾക്കൊക്കെ വേദപുസ്തകത്തിൻ്റെ പാരായണത്തിലും മറ്റ് ഇതര പുസ്തകങ്ങൾ ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊക്കെ ഉപരി വേദപുസ്തകത്തിൻ്റെ വായനയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഈ പ്രഭാതം ആഗ്രഹിക്കുകയാണ്. ഇതൊരു ആഴമേറിയ സബ്ജക്റ്റാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സഭാ സംഘടന, ഇതിൻ്റെ അകത്ത് പെന്തക്കോസ്തെന്നോ മർത്തോമയെന്നോ യാക്കോബയെന്നോ സാൽവേഷൻ ആർമി എന്നോ UPC എന്നോ അല്ലെങ്കിൽ IPC, ഒരു വ്യത്യാസവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രഥമ വിഷയമാണ് ഇത്. ഇതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പലതിനോടും വിയോജിപ്പുണ്ടാകാം, ഇല്ലായിരിക്കാം. എങ്കിലും എനിക്ക് ലഭിക്കപ്പെട്ട അറിവ് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുക. അതിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 4 ഘട്ടങ്ങളുണ്ട്. ആ 4 ഘട്ടങ്ങളിൽ മഹത്വ പ്രത്യക്ഷതയിലാണ് കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഇവിടെ വരുന്നത്. അതിനു മുൻപ് ഇവിടെ നടക്കുന്ന അർമഗദോൻ യുദ്ധമുണ്ട്, ഇസ്രായേലുമായിട്ട് നടക്കേണ്ടുന്ന 3ാമത്തെ ലോക മഹായുദ്ധമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സഭയും പരിവാരങ്ങളുമായിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് കർത്താവ് യെരുശലേമിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശക്തമായ എന്താ അതിന് പറയുന്നത്, പലതിനോടും ഒരു വിയോജിപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയ പല വിഷയങ്ങളെ ആസ്പദമാക്കി ഞാൻ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ പഠിക്കുന്ന വേളയിൽ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ചില ആശയങ്ങളാണ് നിങ്ങളുമായി പങ്കിടുന്നത്. അതിൽ എൻ്റെ 1ാമത്തെ ചോദ്യം ഇതാണ്: 1000 ആണ്ട് വാഴ്ച എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ 1000 ആണ്ട് വാഴ്ച കർത്താവ് സ്ഥാപിച്ചതെന്തിനാണ്? അത് സ്വാഭാവികമായി സകലരുടെ ഉള്ളിൽ ഉരുത്തിരിയുന്നൊരു ചോദ്യമാണ്. കാരണം ആ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ വളരെ ലളിതമായും ശാന്തമായും നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രത്യേക പഠനമാണ്
1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ഈ 1000 ആണ്ട് വാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 20-ാം അധ്യായം 4 മുതൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു എന്നാണ് 4-ാമത്തെ വാക്യത്തിൽ. ഇനി 5-ാമത്തെ വാക്യത്തിൽ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. 6-ാമത്തെ വാക്യത്തിൽ ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകും. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 7-ാമത്തെ വാക്യം, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചു. ഇനി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിച്ചതുപോലെ പഴയ നിയമത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം, 6 മുതലുള്ള വാക്യങ്ങൾ. അവിടെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. 7-ാമത്തെ വാക്യം, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള വിശദീകരണ പഠനം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകുറവുകൊണ്ട് എല്ലാവരെയും പുതിയണം, മാനവും മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ ധന്യവും വിലയേറിയതുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാണ്.